അപ്പോൾ നമ്മൾ പെരിഫറൽ നെർവ് സിസ്റ്റത്തിൽ ക്രാനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ക്രാനിയൽ നെർവ്സ് ആർ അറൈസിങ് ഫ്രം അവർ ബ്രെയിൻ. ഇനി എത്ര പെയേഴ്സ് ഉണ്ട്? 12 പെയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെക്കുക, 12 പെയേഴ്സ് ഓഫ് നെർവ്സ് ആർ അറൈസിങ് ഫ്രം അവർ ബ്രെയിൻ ആർ കോൾഡ് as ക്രാനിയൽ നെർവ്സ്. ഓക്കെ, അത് ഏതൊക്കെയാണ് എന്നും അതിൻ്റെ പ്രവൃത്തി ഫങ്ഷനൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ. സെൻസറി ഫങ്ഷൻ ചെയ്യുന്ന ക്രാനിയൽ നെർവ്സ് ഉണ്ട്, മോട്ടോർ ഫങ്ഷന് നിർവഹിക്കുന്നവരുണ്ട്, അതേപോലെ മിക്സഡ്. ഓക്കെ, അപ്പം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക, സെൻസറി നെർവ്സും വരുന്നുണ്ട്, മോട്ടോർ നെർവ്സും വരുന്നുണ്ട്, മിക്സഡ് നെർവ്സും എവിടെ വരുന്നുണ്ട്? ക്രാനിയൽ നെർവ്സിൽ വരുന്നുണ്ട്. അത് ഏതാണ് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊക്കെ ഞാൻ പറഞ്ഞു തന്നു, ആ കോഡ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, 5 എണ്ണം മോട്ടോർ നെർവ്സ് ആണ്. ക്രാനിയൽ നെർവ്സിൽ 5 എണ്ണം മോട്ടോർ ആണ്, 4 എണ്ണം മിക്സഡ് ആണ്, 3 എണ്ണം സെൻസറി ആണ്. അപ്പോൾ അതിൽ ആ സെൻസറി നെർവ്സ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ ഫങ്ഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, കാഴ്ചയെ സഹായിക്കുന്നത് അല്ലെങ്കിൽ കാഴ്ച അല്ലെങ്കിൽ സൈറ്റ്. ഓക്കെ, ഹെൽപ്പ് ടു സീ, കാഴ്ചയെ സഹായിക്കുന്നത് അത് നിങ്ങൾ ഒപ്റ്റിക് നെർവ്, നേത്രനാഡിയാണ് പറയേണ്ടത്. ഒപ്റ്റിക് നെർവ് ആണ് പറയേണ്ടത്. കാഴ്ചയെ സഹായിക്കുന്നത് അല്ലെങ്കിൽ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടത് എന്നൊക്കെയാണ് ചോദ്യം. നിങ്ങൾ ഒപ്റ്റിക് നെർവ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അതേപോലെ സ്മെല്ല്, മണം, സ്മെല്ലുമായിട്ട് ബന്ധപ്പെട്ടത്, മണവുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ നോസ്, മൂക്കുമായിട്ട് ബന്ധപ്പെട്ടത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഏതാ പറയേണ്ടത്? ഓൾഫാക്ടറി നെർവ്, ഘ്രാണനാഡിയാണ് പറയേണ്ടത്. ഓക്കെ, അപ്പൊ നോസ് ഓൾഫാക്ടറി, ഐ ഒപ്റ്റിക്. ഇനി കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടത് ഓഡിറ്ററി. ഓഡിറ്ററി അതിനെ നമ്മൾ വെസ്റ്റിബുലോ കോഗ്ലിയർ എന്ന് ഞാൻ പറഞ്ഞു അല്ല. വെസ്റ്റിബുലോ കോഗ്ലിയർ അതാണ് ഓഡിറ്ററി നെർവ്, അത് കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, അപ്പോൾ അതൊന്നൊരു ബോക്സിലാക്കിയിട്ട് അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. ഐ സൈറ്റ് ഒപ്റ്റിക് നെർവ്, നോസ് സ്മെല്ല് ഓൾഫാക്ടറി നെർവ്, ഇയർ ഹിയർ auditory nerve. Auditory nerve is also called as a vestibulocochlear nerve. ഓക്കെ, ഇനി അതിൽ അതേപോലെ നമുക്ക് വലുത്, ചെറുത്, നീളമുള്ളത് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ കാണാറുണ്ട്. അവിടെ ക്രാനിയൽ നെർവ്സിനാണെങ്കിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ശിരോനാഡികളിൽ നിന്നാണ് സാധാരണ നമുക്ക് ക്വസ്റ്റ്യൻ കാണാറ്. പിന്നെ സ്പൈനൽ നെർവ്സിൽ ആ സ്പൈനൽ നെർവിൻ്റെ പേരും അതിൻ്റെ എണ്ണവും ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചു, അത് ഞാൻ പറയാം. ഓക്കെ, അപ്പം ക്രാനിയൽ നെർവ്സിൽ 12 ജോഡി ക്രാനിയൽ നെർവ്സിൽ വലുത് ഏതാണ്? ബിഗ്ഗസ്റ്റ് ക്രാനിയൽ നെർവ് ചോദിച്ചാൽ നിങ്ങൾ ട്രൈജെമിനൽ നെർവ് ആണ് പറയേണ്ടത്. ട്രൈജെമിനൽ, ബിഗ്ഗസ്റ്റ്. അപ്പൊ ബിഗ്ഗസ്റ്റ് ക്രാനിയൽ നെർവ് അല്ലെങ്കിൽ ലാർജസ്റ്റ് ക്രാനിയൽ നെർവ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ട്രൈജെമിനൽ നെർവ് ആണ് കൊടുക്കേണ്ടത്. എന്നാൽ സ്മോളസ്റ്റ് ക്രാനിയൽ നെർവ് ചോദിച്ചാലോ ട്രോക്ലിയർ ആണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, ഓൾഫാക്ടറി, ഒപ്റ്റിക്, ഒക്കുലോമോട്ടോർ, ട്രോക്ലിയർ, ട്രൈജെമിനൽ അല്ല. ഇങ്ങനെയല്ലായിരുന്നു നമ്മൾ ഓർഡർ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതിൽ ഈ ട്രോക്ലിയർ ആണ് സ്മോളസ്റ്റ്, ട്രൈജെമിനൽ ആണ് ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ്. ഇനി ലോങ്ങസ്റ്റ്, നീളമുള്ളത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ വാഗസ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അതൊരു ബോക്സിലാക്കുക. ഓക്കെ, വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ക്രാനിയൽ നെർവ് ഓർ വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് ക്രാനിയൽ നെർവ്. ക്ലിയർ അല്ലേ? വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ക്രാനിയൽ നെർവ് ഓർ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ക്രാനിയൽ നെർവ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതാ പറയേണ്ടത്? ട്രൈജെമിനൽ, ബിഗ്ഗസ്റ്റ് ഓർ ലാർജസ്റ്റ് ട്രൈജെമിനൽ. ഇനി വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ക്രാനിയൽ നെർവ് എന്ന് ചോദിച്ചാൽ ഏതാ കൊടുക്കുക? ട്രോക്ലിയർ, ട്രോക്ലിയർ. വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് ക്രാനിയൽ നെർവ് ചോദിച്ചാലോ വാഗസ്, വാഗസ് നാഡിയാണ് നീളമുള്ളത്. ട്രൈജെമിനൽ ശിരോനാഡിയാണ് വലുത്. ഇനി ട്രോക്ലിയർ ശിരോനാഡിയാണ് ചെറുത്.
ക്ലിയർ അല്ലേ? ശരിക്കും ശ്രദ്ധിക്കണേ, ക്വസ്റ്റ്യൻ വരുന്നതാണ്, മാറിപ്പോരുത്. ബിഗ്ഗസ്റ്റ് ട്രൈജെമിനൽ, സ്മോളസ്റ്റ് ട്രോക്ലിയർ, ലോങ്സ്റ്റ് വാഗസ്. ഓക്കെ. ഇനി അതേപോലെ നമ്മുടെ നാവിൻ്റെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടത് എന്നൊക്കെ ചോദ്യം കാണാറുണ്ട്. അത് നിങ്ങൾ ഹൈപ്പോഗ്ലോസലാണ് പറയേണ്ടത്, നാക്കിൻ്റെ ചലനം. അപ്പം ഞാൻ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ നാവ് ചലിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ചലനവുമായിട്ട് ബന്ധപ്പെട്ടത് ചോദിച്ചാൽ നിങ്ങൾ ഹൈപ്പോഗ്ലോസൽ നെർവ് ആണ് പറയേണ്ടത്. ഹൈപ്പോഗ്ലോസൽ, അത് എത്രാമത്തെ ആണെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ? അപ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക. ഓക്കെ. ഹൈപ്പോഗ്ലോസൽ നെർവ് ഓൾഫാക്ടറി, ഒപ്റ്റിക്, ഓക്കുലോമോട്ടോർ, ട്രോക്ലിയർ, ട്രൈജെമിനൽ. ഓക്കെ. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? അത് ആ കോഡ് വെച്ചിട്ട് തന്നെ ഓർത്ത് വെച്ചാൽ മതി. ഹോ ഹോ ഹോ, ഓൾഫാക്ടറി, ഒപ്റ്റിക്, ഓക്കുലോമോട്ടോർ. ടു ടച്ച്, ടു ടച്ച്, ട്രോക്ലിയർ, ട്രൈജെമിനൽ. ആൻഡ് വെരി ഗുഡ്, അബ്ഡസൻസ്, വെരി അല്ലേ? വെരി അല്ലായിരുന്നോ? ഓക്കെ. അപ്പം എങ്ങനെ പറയാം? ആൻഡ് വെരി ഗുഡ് എന്നല്ല നമ്മൾ കൊടുത്തത് അല്ലേ? ഹോ ഹോ ഹോ, ടു ടച്ച് ആൻഡ് ഫീൽ വെരി ഗുഡ്. ഓക്കെ ഓക്കെ. ആൻഡ് അബ്ഡസൻസ്, ഫീൽ എഫ്, ഫേഷ്യൽ. വെരി ഗുഡിൽ വി, വെസ്റ്റിബുലോ കോഗ്ലിയർ, ജി, ഗ്ലോസോഫാരിഞ്ചിയൽ. വെൽവെറ്റ്, സച്ച് ഹെവൻ. വാഗസ്, സ്പൈനൽ അക്സസറി, ഹൈപ്പോഗ്ലോസൽ. അപ്പോൾ അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കിട്ടും എത്രാമത്തെ ശിരോനാഡിയാണ് ഹൈപ്പോഗ്ലോസൽ? 12th ക്രാനിയൽ നെർവ്, അവസാനത്തെ 12th ക്രാനിയൽ നെർവ്, ഹൈപ്പോഗ്ലോസൽ നെർവ്. അതാണ് നാവിൻ്റെ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ. നാവിൻ്റെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടത്, മൂവ്മെൻറ്റ് ഓഫ് അവർ ടങ്ക്, നാക്കിൻ്റെ ചലനവുമായിട്ട് ബന്ധപ്പെട്ട ശിരോനാഡി ഏതാണ്, ക്രാനിയൽ നെർവ് ഏതാണെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ഹൈപ്പോഗ്ലോസൽ നെർവ് ആണ് പറയേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അതേപോലെ രുചി. അപ്പോൾ അത് നാക്കിൻ്റെ ഫങ്ഷൻ തന്നെയാണ്, ഹെൽപ്പ് ടു ടേസ്റ്റ് ദ ഫുഡ് മെറ്റീരിയൽ. ഇനി അതേപോലെ രുചി, പിന്നെ നമ്മളെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടല്ലോ, മുഖഭാവം. ഓക്കെ. അതിനൊക്കെ സഹായിക്കുന്നത് ഏത് ക്രാനിയൽ നെർവ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഫേഷ്യൽ. അപ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഫേസ്, ഫേഷ്യൽ, ഫേഷ്യൽ അങ്ങനെ തന്നെ ഓർത്ത് വെക്കാം. ഫേഷ്യൽ നെർവ് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓക്കെ. അപ്പോൾ എന്താണ് പറഞ്ഞത്? മുഖഭാവം, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഫേഷ്യൽ നെർവ്. ടേസ്റ്റ് ഓഫ് ഫുഡ്. ഓക്കെ. രുചി, ടേസ്റ്റ് ഓഫ് ഫുഡ്, ഭക്ഷണത്തിൻ്റെ രുചി, ഫേഷ്യൽ നെർവ്. ഓക്കെ. അപ്പൊ ഭക്ഷണത്തിൻ്റെ രുചി, മുഖഭാവം ഒക്കെ ചോദിച്ചാൽ ഫേഷ്യൽ നെർവ് പറയണം. നാക്കിൻ്റെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടത് ഹൈപ്പോഗ്ലോസൽ നെർവ് പറയണം. വിച്ച് ഈസ് ദ ലോങ്സ്റ്റ് ക്രാനിയൽ നെർവ് ചോദിച്ചാൽ വാഗസ് പറയണം. വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ക്രാനിയൽ നെർവ് ചോദിച്ചാൽ ട്രോക്ലിയർ പറയണം. വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഓർ ലാർജസ്റ്റ് ക്രാനിയൽ നെർവ് ചോദിച്ചാൽ ട്രൈജെമിനൽ പറയണം. ഓക്കെ. ബിഗ്ഗസ്റ്റ് ഓർ ലാർജസ്റ്റ് ട്രൈജെമിനൽ. ശരിക്കും ശ്രദ്ധിക്കുക, മാറിപ്പോരുത്. സ്ഥിരമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഒരു മേഖലയാണ് കേട്ടോ. അപ്പോൾ ശിരോനാഡികൾ, ശിരോനാഡികളുടെ പേരുകൾ, അത് ചെയ്യുന്ന പ്രവർത്തികൾ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അതിൽ ആ ഓർഡർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ. അത് വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത്, അതങ്ങനെ തന്നെ കോഡ് വെച്ചിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. ഇനി അതേപോലെ സ്പൈനൽ നെർവ്സ് ആർ അറൈസിങ് ഫ്രം അവർ സ്പൈനൽ കോഡ്. 31 pairs of nerves are arising from our spinal cord are called as spinal nerves എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പോൾ അതിൽ സ്പൈനൽ നെർവ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ all spinal nerves are mixed nerves. എല്ലാ സുഷുമ്നാ നാഡികളും സമ്മിശ്ര നാഡികളാണ്. എന്നാൽ എല്ലാ ശിരോനാഡികളിലും സംവേദനാഡികളും ഉണ്ട്, അതെ, പ്രേരക നാഡികളുമുണ്ട്, സമ്മിശ്ര നാഡികളുമുണ്ട്. ഓക്കെ. ഇവിടെ സമ്മിശ്ര നാഡികൾ മീൻസ് മിക്സഡ് നെർവ്സ് മാത്രമേ വരുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓക്കെ. അപ്പോൾ അതിങ്ങനെ തന്നെ മനസ്സിലാക്കുക. അത് ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിക്കണേ. ഓക്കെ. ക്രാനിയൽ നെർവ്സിൽ 5 pairs motor nerves, 4 pairs mixed nerves, 3 pairs സെൻസറി നെർവ്സ്. ഏതിൽ? ക്രാനിയൽ നെർവ്സിൽ. ഓക്കെ. എന്താ ഞാൻ പറഞ്ഞത്? 12 ജോഡി ശിരോനാഡികളിൽ 5 ജോഡി പ്രേരക നാഡികളും 4 ജോഡി സമ്മിശ്ര നാഡികളും 3 ജോഡി സംവേദ നാഡികളും. ക്ലിയർ അല്ലേ?
ഓക്കെ. എന്നാൽ 31 ജോഡി സുഷുമ്ന നാഡികളിൽ എല്ലാം സമ്മിശ്ര നാഡികൾ. ഓൾ സ്പൈനൽ നെർവ്സ് ആർ മിക്സഡ് നെർവ്സ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പൊ ചോദ്യം ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ മിക്സഡ് നെർവ് എന്നാണ്. സമ്മിശ്ര നാഡിക്ക് ഒരു ഉദാഹരണം എന്നാണ്. സ്പൈനൽ നെർവ് കൊടുക്കാം നിങ്ങൾക്ക്. ഓൾ സ്പൈനൽ നെർവ്സ് ആർ മിക്സഡ് നെർവ്സ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം അത് കൊടുക്കാം. ഇനി അല്ലെങ്കിൽ ശിരോനാഡികളിൽ ഇപ്പൊ ക്രാനിയൽ നെർവ്സിൽ ഏതൊക്കെയാണ് മിക്സഡ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാ, അതിലേതെങ്കിലും കൊടുക്കാം. ഇനി അല്ലെങ്കിൽ ക്രാനിയൽ നെർവ്സിൽ മിക്സഡ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ അതേ പറയാമോ? സ്പൈനൽ നെർവ്സ് മിക്സഡ് നെർവ്സ് ആണെങ്കിൽ സ്പൈനൽ നെർവ്സ് അവിടെ കൊടുക്കാൻ പറ്റില്ലല്ലോ. സ്പൈനൽ നെർവ്സ് ക്രാനിയൽ നെർവ് അല്ലല്ലോ അല്ലെ? അപ്പൊ ക്രാനിയൽ നെർവില് മോട്ടോർ ഏതാണ്, മിക്സഡ് ഏതാണ്, സെൻസറി ഏതാണെന്നൊക്കെ ചോദിക്കും. അപ്പൊ അതാ നിങ്ങൾ ആ കോഡ് വെച്ചിട്ട് തന്നെ ഓർത്ത് വെക്കുക. സം സേ മാരി മണി ബട്ട് മൈ ബ്രദർ സെയ്സ് ബിഗ് ബ്രെയിൻ മാറ്റർ മോർ. ആ ഒരു കോഡ് വെച്ചിട്ട് തന്നെ ഓർത്ത് വെക്കുക കേട്ടോ. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി അതേപോലെ സ്പൈനൽ നെർവ്സിൽ ഞാൻ പറഞ്ഞു 31 പെയർസ് എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ എല്ലാ സ്പൈനൽ നെർവ്സും മിക്സഡ് നെർവ്സ് ആണെന്ന് പറഞ്ഞു അല്ലേ? എല്ലാ സ്പൈനൽ നെർവ്സും മിക്സഡ് നെർവ്സ് ആണെന്ന് പറഞ്ഞല്ലോ അല്ലേ? ഓക്കെ. ഇനി അതിൽ ഏതൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെക്കണം. സെർവിക്കൽ, തൊറാസിക്, ലൂംബാർ, സാക്രൽ, കോസിജിയൽ. ഇങ്ങനെ 5 തരത്തിലുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. 5 ടൈപ്സ് ഓർത്ത് വെച്ചാൽ മതി. ഏതൊക്കെയാണ്? സെർവിക്കൽ സ്പൈനൽ നെർവ്സ്, തൊറാസിക് സ്പൈനൽ നെർവ്സ്, ലൂംബാർ സ്പൈനൽ നെർവ്സ്, സാക്രൽ സ്പൈനൽ നെർവ്സ്, കോസിജിയൽ spinal nerves. There are 31 pairs of nerves are arising from our spinal cord are called as spinal nerves. Clear അല്ലേ? 31 ജോഡി സുഷുമ്ന നാഡികൾ സുഷുമ്നയിൽ നിന്ന് ആരംഭിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ആ സുഷുമ്ന നാഡികൾ? സെർവിക്കല്, തൊറാസിക്, ലൂംബാർ, സാക്രൽ ആൻഡ് കോസിജിയൽ. ഓക്കെ. ഇതിന്റെ എണ്ണവും പ്രത്യേകം ശ്രദ്ധിക്കണം. 8 ജോഡി സർവിക്കല്, 12 ജോഡി തൊറാസിക്, 5 ജോഡി വീതമാണ് ഈ ലൂംബാറും സാക്രലും വരുന്നത്. പിന്നെ 1 ജോഡിയാണ് കോസിജിയൽ വരുന്നത്. അങ്ങനെയാണ് ഈ 31 പെയർസ് എന്ന് പറയുന്നത് നമ്മൾ. ഓക്കെ. അപ്പോൾ സർവിക്കല് 8, പ്രത്യേകം ശ്രദ്ധിക്കണേ. സർവിക്കല് 8 പെയർസ് വരും, തൊറാസിക് 12 പെയർസ്, ലൂംബാർ 5 പെയർസ്, സാക്രല് 5 പെയർസ്, കോസിജിയൽ 1 പെയർ. ഓക്കെ. അപ്പൊ അതെല്ലാം കൂടി കൂട്ടി നോക്കൂ അല്ലെ? 8ഉം 12 എത്ര? 20. 20ഉം 5 25ഉം 25 5 30 31 ജോഡി സുഷുമ്ന നാഡികള് സുഷുമ്നയിൽ നിന്ന് ആരംഭിക്കുന്നുണ്ട്. 31 pairs of nerves are arising from our spinal cord are called as spinal nerves. Help to carry message from sense organ to central nerve system and central nerve system to sense organ, both forward and backward. Okay. അങ്ങോട്ടും ഇങ്ങോട്ടും ഓർത്ത് വെക്കുക. അങ്ങോട്ട് മാത്രമല്ല, അങ്ങോട്ടും കൊണ്ടുപോകും ഇങ്ങോട്ടും കൊണ്ടുവരും. 2 പ്രവൃത്തിയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അവയെ സമ്മിശ്ര നാഡികൾ, മിക്സഡ് നെർവ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഓൾ സ്പൈനൽ നെർവ്സ് ആർ മിക്സഡ് നെർവ്സ്. ഓൾ സ്പൈനൽ നെർവ്സ് ആർ മിക്സഡ് നെർവ്സ്. ദേ ആർ അറൈസിംഗ് ഫ്രം അവർ സ്പൈനൽ കോഡ്. Okay, they are called as spinal nerves. Okay, cervical 8 ജോഡി ട്ടോ, thoracic 12 ജോഡിയെ, ലൂംബാർ 5 ജോഡി, സാക്രൽ 5 ജോഡിയാണ് വരിക. എന്നാൽ കോസിജിയൽ 1 ജോഡി. അങ്ങനെ 31 ജോഡി സ്പൈനൽ നെർവ്സ് നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്ന് അറൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദാറ്റ് ഇസ് അബൌട്ട് പെരിഫറൽ നെർവ് സിസ്റ്റം. അപ്പൊ പെരിഫറൽ നെർവ് സിസ്റ്റത്തിൽ ഓട്ടോണോമസും നമ്മൾ കഴിഞ്ഞു. ഓക്കെ. സ്പൈനൽ നെർവ്സും ക്രാനിയൽ നെർവ്സും ഒക്കെ കഴിഞ്ഞു. മീൻസ് പെരിഫറൽ നെർവ് സിസ്റ്റം, ബാഹ്യ നാഡീവ്യൂഹം, പരിധീയ നാഡീവ്യവസ്ഥയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അത് ശരിക്കും മനസ്സിലാക്കണേ. കേന്ദ്ര നാഡീവ്യവസ്ഥ, ബാഹ്യ നാഡീവ്യൂഹം അല്ലെങ്കിൽ പരിധീയ നാഡീവ്യൂഹം, അതിൽ വരുന്നതാണ് ശിരോനാഡികൾ, സുഷുമ്ന നാഡികള്, സ്വതന്ത്ര നാഡീവ്യവസ്ഥ. ഓക്കെ. അതിൽ സ്വതന്ത്ര നാഡീവ്യവസ്ഥയിൽ വരുന്നതാണ് ഏത്? അതെ, സിമ്പത്തറ്റിക്, പാരാസിമ്പത്തറ്റിക്. സിമ്പത്തറ്റിക്കിന്റെയും പാരാസിമ്പത്തറ്റിക്കിന്റെയും ഒക്കെ പ്രത്യേകത നമ്മൾ കണ്ടു. അതൊക്കെ ചെയ്യുന്നത് അനൈച്ഛിക പ്രവർത്തനങ്ങൾ, ഇൻവോളണ്ടറി ആക്ഷൻസ് ആണെന്ന് പറഞ്ഞു. അതിൽ സിമ്പത്തറ്റിക്കിന്റെ നേരെ ഓപ്പോസിറ്റ്, സിമ്പത്തറ്റിക്കിൽ ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പാരാസിമ്പത്തറ്റിക് ഒക്കെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദാറ്റ് മീൻ എല്ലാം അനൈച്ഛിക പ്രവർത്തനങ്ങളായിരിക്കും എന്നും ഓർത്ത് വെക്കുക. ഇൻവോളണ്ടറി ആക്ഷൻസ്. ഓക്കെ. പിന്നെ
ക്രാനിയൽ നെർവ്സിൽ 12 ജോഡി ശിരോനാഡികളുടെ പേരും അതിൻ്റെ പ്രവൃത്തിയും കാര്യങ്ങളും വലുതും ചെറുതും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, സ്പൈനൽ നെർവ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പൈനൽ നെർവ്സ് നമ്മൾ കണ്ടു. അത് ചെയ്യുന്ന പ്രവൃത്തി മിക്സഡ്, ഓക്കെ, ദേ ആർ മിക്സഡ് നെർവ്സ് ആണെന്ന് പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഒരു ക്യാരി ചെയ്യും, മെസ്സേജ് ഇമ്പൾസ് ക്യാരി ചെയ്യും. കാരണം സ്പൈനൽ കോഡാണല്ലോ, സ്പൈനൽ കോഡിൽ നിന്ന് ഉണ്ടാവുന്നവയായതുകൊണ്ട് അവർ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പൾസ് അല്ലെങ്കിൽ മെസ്സേജ് ക്യാരി ചെയ്യും എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് ഏതാണ്? സെൻട്രൽ നെർവ് സിസ്റ്റം, കേന്ദ്ര നാഡി വ്യവസ്ഥ. ഓക്കെ, ഇനി അതാണ് പഠിക്കേണ്ടത്, സെൻട്രൽ നെർവ് സിസ്റ്റം, കേന്ദ്ര നാഡി വ്യവസ്ഥ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. HSA ആൻഡ് KTET ഓൺലൈൻ തീവ്ര പരിശീലനം പരീക്ഷ കഴിയുന്നതുവരെ മുഴുവൻ സിലബസും ഒഴിവു സമയങ്ങളിൽ കാണാൻ കഴിയും വിധം റെക്കോർഡഡ് വീഡിയോകളായി നൽകുന്നു. കൂടാതെ PDF നോട്ടുകളും എല്ലാ ആഴ്ചയിലും പരീക്ഷകളും. വിഷയങ്ങൾ മാത്തമാറ്റിക്സ്, നാച്ചുറൽ സയൻസ്, ഇംഗ്ലീഷ്, മലയാളം, സോഷ്യൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ്, ജനറൽ വിഷയങ്ങൾ, സൈക്കോളജി ആൻഡ് പെഡഗോഗി, റെനേസൻസ് ഇൻ GK ആൻഡ് ഇംഗ്ലീഷ് ഓ മലയാളം. ആപ്റ്റിക്സ് അക്കാഡമി, മുക്കം.